ചക്കും ചക്കിലാട്ടിയ എണ്ണയും പുതുതലമുറയ്ക്ക് വെറും കേട്ടുകേൾവി മാത്രമാണ്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ഈ കാഴ്ചകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി. പെരുങ്കളിയാട്ട പ്രചരണത്തിന്റെ ഭാഗമായാണ് പ്രവേശന കവാടത്തിന് സമീപം കൗതുകമാർന്ന കാഴ്ചയൊരുക്കിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ ഗ്രാമക്കാഴ്ചകളിലൊന്നായിരുന്ന ചക്കും ചക്ക് വലിക്കുന്ന കാളയുമെല്ലാം തന്നെ ഇന്നു നമുക്ക് അന്യം നിന്നു പോകുന്ന കാഴ്ചയായി മാറിയിരിക്കുന്നു. എന്നാൽ മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട നഗരിയിലെത്തിയവർക്ക് പഴമയുടെ പെരുമ വിളിച്ചോതിയ ചക്ക് ഒരു നവ്യാനുഭവമായിരുന്നു. കൊപ്ര, എള്ള് തുടങ്ങിയവ ആട്ടി എണ്ണയുണ്ടാക്കാൻ കേരളത്തിൽ പണ്ട് ഉപയോഗിച്ചു വന്നിരുന്ന സംവിധാനമായിരുന്നു ചക്ക്. മരം കൊണ്ട് നിർമ്മിച്ച വലിയൊരു കുഴിയിൽ ഭാരമുള്ള കുഴയമർത്തി തിരിച്ചാണ് എണ്ണയെടുക്കുന്നത്. തിരിക്കാനായി കെട്ടിയ വലിയ തണ്ടിൽ കാളകളെ കെട്ടി ചുറ്റും നടത്തിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ആട്ടുകല്ലിന്റെ ആകൃതിയിലുള്ള പാറയിൽ കൊത്തിയെടുത്ത ഭാഗവും അരക്കല്ലിനു പകരം ഉലക്ക പോലുള്ള ഒന്നാണ് ഉപയോഗിക്കുന്നത്. ഉലക്കയാണ് തിരിക്കുന്നത്. ആട്ടുകല്ലിന്റെ ആകൃതിയിലുള്ള ഭാഗത്ത് എണ്ണയെടുക്കേണ്ട സാധനങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ചക്ക് ആട്ടുമ്പോൾ ഇട്ട സാധനങ്ങൾ ചതഞ്ഞരഞ്ഞ് ചക്കിന്റെ വശത്തുള്ള ദ്വാരത്തിലൂടെ പുറത്തുവരുന്ന എണ്ണ ശേഖരിക്കുന്നു. ചക്കാല എന്നാണ് ഇതിന് പറയുന്നത്. പഴയ കാലത്ത് എണ്ണ ഉണ്ടാക്കുന്നത് കൊപ്പര, അതുപോലെ തന്നെ എള്ള്, അതുപോലുള്ള വസ്തുക്കളെല്ലാം ഇതിൽ നിന്ന് ആട്ടിയിട്ടാണ് ശുദ്ധമായ എണ്ണകൾ ഉൽപ്പാദിച്ചുകൊണ്ടിരുന്നത്. ചക്കാല സമുദായം എന്നാണ് വാണിയ സമുദായത്തെ പറഞ്ഞു വരുന്നത്. അവരുടെ കുലത്തൊഴിലാണ് ചക്കാല എന്ന് പറയുന്ന ഈ ചക്ക്. അതിൻ്റെ എങ്ങനെയാണ് ചക്കിൽ ആട്ടുന്നതെന്നും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എൻ്റെ ഒരു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു രംഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കാളകളെയും കഴുതകളെയും കുതിരകളെയും മറ്റും ചക്ക് തിരിക്കാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. യന്ത്രവൽക്കരണത്തോടെ ഈ രീതി ക്രമേണ അന്യം നിന്ന് പോവുകയായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോയ ഈ രീതി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ മാതമംഗലം മുച്ചിലോട്ടെ സംഘാടക സമിതി ഒരുക്കിയ ചക്കും ചക്ക് വലിക്കുന്ന കാളയും പെരുങ്കളിയാട്ട നഗരിയിലെത്തിയവർക്ക് കൗതുക കാഴ്ചയായിരുന്നു. നമ്മ കാണാത്ത കുറെ കാര്യമില്ല, പണ്ടത്തെ നമ്മ ജനിക്കുന്നതിന് മുമ്പേ അങ്ങനത്തെ സന്തോഷം. തമിഴ്നാട്ടിലെല്ലാം കണ്ടിട്ടുണ്ടോ? അത് വീഡിയോയിൽ കണ്ടത്, നേരിട്ട് കണ്ടിട്ടില്ല. മറ്റേ പണ്ട് കാലത്ത് എണ്ണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ടിവിയിലൊക്കെ സിനിമയിൽ, പഴയ സിനിമയിൽ. എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? എങ്ങനെയാണ് അത് പശു തിരിയുമ്പോ എണ്ണ വരുന്ന അങ്ങനെ എന്തോ. അതിന്റെ ആ ചക്ക് മാത്രം ആ മറ്റേ ആ വെക്കുന്ന സ്ഥലം അത് മാത്രം കണ്ടിട്ടുണ്ട്. അല്ല ഒരു തറവാട്ടിൽ പണ്ട് പാണി സമുദായത്തിൽ ഉണ്ടായ ഒരു ചക്കാല എന്ന് പറയും. അത് വെളിച്ചെണ്ണ ആട്ടുന്നതും പിന്നെ എള്ള് ആട്ടുന്നതും ആയ ഒരു ഇതാണത്. കാര്യങ്ങളെ കൊണ്ടാണ് പണ്ടെല്ലാം ആക്കല്. ഇന്നത്തെ കുട്ടികൾ ചെറിയ കുട്ടികളല്ല, അവർക്ക് അറിയില്ലല്ലോ. അവരെ അറിയുമ്പോഴത്തേനെല്ലാം പോയില്ലേ. നമ്മളെല്ലാം അറിവിൽ ചെറിയ അറിവിലുണ്ടായിന്. ഞാൻ പയ്യന്നൂർ പോയിട്ട് മണിക്കലുണ്ടായിന്. ചക്കും തന്നെ ആട്ടിയിട്ട് എള്ളെണ്ണ മണിക്കലുണ്ടായിന്. ഞാനിതെന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലും ഉണ്ടായിന് ചക്കാല. പഴയ കാലങ്ങളിൽ എണ്ണയാട്ടുന്ന ചക്കാണെന്നാണ് തോന്നുന്നത്. ഇല്ല, ടിവിയിലും അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഇല്ല. നല്ല രസമുണ്ട് കാണാൻ. പഴയ കാലത്ത് അവര് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പെരുങ്കളിയാട്ട മഹോത്സവം പ്രചരണത്തിന്റെ ഭാഗമായാണ് പരമ്പരാഗത രീതിയിൽ എണ്ണയെടുക്കുന്ന ചക്കും കാളയും ശില്പമൊരുക്കിയത്.